ഞാൻ ഡോക്ടർ അനൂപ് നമ്പ്യാർ, ആസ്ട്രോമിംസ് കണ്ണൂരിൻ്റെ CEO ആണ്. നമ്മൾ ആസ്ട്രോമിംസ് കണ്ണൂരിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ശ്രുതി സ്പർശം, അതായത് നമ്മൾ ENT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പുതിയൊരു ക്ലിനിക്കാണ്. അതായത് നമ്മൾ ആസ്റ്റർ കോക്ലിയർ ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്യാമ്പ് നടത്തുകയാണ്. അതായത് മെയിനായിട്ട് നമുക്കറിയാം ഹിയറിംഗ് ലോസ്, ശബ്ദം ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മളെല്ലാവരെയും ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ടെക്നോളജി നല്ലോണം വളർന്നു, ദർ ആർ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ്. പക്ഷെ അതിൻ്റെ മെയിനായിട്ടൊരു സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോസ്റ്റാണ്. ജനറലി ഒരു കോക്ലിയർ ഇംപ്ലാന്റിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 to 10 lakhs അടുത്ത് കോസ്റ്റ് വരും. അപ്പോൾ അതാണ് ഒരു മെയിൻ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആസ്ട്രോമിംസ് കണ്ണൂരും ആസ്റ്റർ വോളണ്ടിയേഴ്സ് ആൻഡ് ആസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരും കൂടി ചേർന്ന് നമുക്ക് ഒന്ന് സ്ക്രീൻ ചെയ്ത് അതിൽ നമുക്ക് എക്കണോമിക്കലി പുവറായിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഹിയറിംഗ് എയ്ഡ് ഒരു 20ഓളം ഹിയറിംഗ് എയ്ഡ് കൊടുക്കാനും, അപ്പോൾ അതല്ല ഇപ്പോൾ കംപ്ലീറ്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് പോലെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനും ഉള്ളൊരു പ്രോഗ്രാമാണിത്. നമുക്ക് ശ്രുതി സ്പർശം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് കൂടി ഉള്ളത് മാഡമാണ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, നമ്മളെ CMS ആണ്. പിന്നെ ഉള്ളത് HOD ഓഫ് ENT ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ രാമകൃഷ്ണൻ, പിന്നെ നമ്മളെ ആസ്റ്റർ വോളണ്ടിയേഴ്സിൻ്റെ ഹെഡ് ഹസീം. അപ്പോൾ ഇവരൊക്കെയാണ് ഇന്നുള്ളത്. നമ്മൾ ഈ ജന്മന കേൾക്കാത്ത കുട്ടികൾ, അതായത് പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് എന്ന് പറയും, അതായത് തീരെ കേൾവിയില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു സ്പെഷ്യലൈസ്ഡ് സർജറി, അതായത് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സർജറി, അതായത് ഹിയറിംഗ് എയ്ഡിൽ ബെനിഫിറ്റ് വരാത്ത കുട്ടികൾക്ക് ആ കേൾവി ശക്തി തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് സ്പീച്ച് ഡെവലപ്പ് ആവില്ല. അതുപോലെ തന്നെ സ്പീച്ച് ഇല്ലെങ്കിൽ അവർക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് അവർക്ക് നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സർജറി എന്ന് പറയുമ്പോൾ അവർക്ക് ജന്മന കേൾക്കാത്ത കുട്ടികൾക്ക് കേൾവി എന്നുള്ളൊരു ഒരു സെൻസ് കിട്ടും. അതുപോലെ തന്നെ സ്പീച്ച് ഡെവലപ്പ് ആവും. പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ അവർക്ക് കിട്ടും. അതായത് പഠനവും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജസ്റ്റ് ലൈക്ക് എ നോർമൽ പേഴ്സൺ. അപ്പോൾ അത് നമ്മൾ ആസ്റ്റർ സ്പർശ പ്രോഗ്രാമും അതുപോലെ തന്നെ CSR പറഞ്ഞ CSR ഫണ്ടിങ്ങും ഒക്കെ കൂടെ ചേർന്ന് നമ്മളൊരു 20ഓളം ഹിയറിംഗ് എയ്ഡ്, അത് കേൾവി കുറവുള്ള കാറ്റഗറിയാണ്, പ്രൊഫൗണ്ട് അല്ല, കുറച്ച് കേൾക്കും. പക്ഷെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്കാണ് ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക. കോക്ലിയർ ഇംപ്ലാന്റ് വരുമ്പോൾ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ്, അതായത് മോർ ദാൻ 90 decibel ഹിയറിംഗ് ലോസ് എൻ്റെ ചെവിയിലും തീരെ കേൾക്കാൻ പറ്റുന്നില്ല. ഹിയറിംഗ് എയ്ഡിനെ കൊണ്ട് നമുക്ക് ആ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കാണ് നമ്മൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്നത്. ബെസ്റ്റ് റിസൾട്ട് വിതിൻ 2 years ആണ്. 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കണം. ബെസ്റ്റ് റിസൾട്ട്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിതിൻ 1 year ആണ് ഇപ്പോൾ കറക്റ്റ് റെക്കമെൻഡേഷൻ. പക്ഷേ 1 yearലേക്ക് മാതാപിതാക്കൾക്ക് അത് മനസ്സിലാക്കി കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് മനസ്സിലാവുമ്പോഴേക്കും ഏകദേശം ഒരു വയസ്സ് കഴിയും കുട്ടീൻ്റെ മാതാപിതാക്കൾക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ലെസ് ദാൻ 1 year ആണ് കറന്റ് ഗൈഡ് ലൈൻസിൽ. പക്ഷേ അപ് ടു 3 years വരെ വളരെ നല്ല റിസൾട്ട്, അതായത് നിയർ നോർമൽ ലൈഫ് വരെ ആ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾക്ക് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ വഴി നമുക്ക് നൽകി കൊടുക്കാൻ പറ്റുന്നതാണ്. സർജറി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഡിവൈസ് സർജറി ചെയ്തിട്ട് തലയോട്ടിയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിന്റെ വയറെ നേരെ കോക്ലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾക്കുന്ന ഓർഗൻ ആ നേരെ കോക്ലിയയിലേക്ക് ആ ഇലക്ട്രോഡ് ഇൻസേർട്ട് ചെയ്യും. ആ ഇൻസേർട്ട് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ തിയേറ്റർ ടേബിളിൽ തന്നെ ഒരു ഡിവൈസ് വെച്ച് ആ ഡിവൈസ് സ്വിച്ച് ഓൺ ചെയ്യും. എന്നിട്ട് അതിന്റെ ഇലക്ട്രോഡ്സ് എല്ലാം വർക്കിംഗ് ആണ്. അതായത് കുട്ടിക്ക് കോക്ലിയർ സിഗ്നൽസ് ഓൺ ടേബിൾ സർട്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സർജറി ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടെക്നോളജി കൊണ്ട് തീരെ കേൾക്കാത്ത കുട്ടികൾക്ക് ഒരു കേൾവി കിട്ടും. അതൊരു വലിയൊരു എന്താ പറയുക, അവർക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനുള്ളൊരു ഒരു മെത്തേഡാണ്. അപ്പൊ അത് നമ്മൾ ആസ്റ്റർ സ്പർശ എന്നുള്ള പ്രോഗ്രാം, പിന്നെ ആസ്റ്റർ വോളണ്ടിയേഴ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് നമ്മൾ ഇക്കണോമിക്കലി അല്ലെങ്കിൽ അഫോർഡബിൾ അല്ലാത്ത കുട്ടികൾക്ക് നമ്മളത് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു പ്രൊവിഷൻ ആണ് അനൂപ് സാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ആവശ്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആഷൻ ബൈ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് സ്ക്രീൻ ചെയ്ത് നമ്മൾ വേണ്ട ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് അനൂപ് സാർ നേരത്തെ പറഞ്ഞ പോലെ സൗജന്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ ഈ പ്രസ് മീറ്റിനോട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ അതായത് കേൾവി കുറവുള്ള കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾ
അതായത് കുറച്ച് കേൾക്കാം, പക്ഷെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ അവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി അവർ കോക്ലിയർ ഇംപ്ലാന്റ് കാറ്റഗറിയിൽ പെടുന്നില്ല. അപ്പോൾ ഹിയറിംഗ് എയ്ഡിനെ കൊണ്ട് അവർക്ക് നോർമൽ കേൾവി കിട്ടും. അങ്ങനെ നോർമൽ ലൈഫിലേക്ക് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു 20ഓളം ഹിയറിംഗ് എയ്ഡ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം പദ്ധതി വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരാശരി ഒരു ഹിയറിംഗ് എയ്ഡ് ഏകദേശം ഒരു 20,000 to up to 8 lakhs വരെ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമ്മളൊരു ബേസ് ലൈൻ നല്ലൊരു മോഡൽ ഹിയറിംഗ് എയ്ഡ് വേണ്ട പേഷ്യൻസിന് നമ്മൾ ഡിസ്പെൻസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മളൊരു അജണ്ട വർക്കിംഗ്. സാർ പറഞ്ഞു ഞങ്ങൾ ആസ്റ്റർ വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആസ്റ്ററിന്റെ സന്നദ്ധ പ്രവർത്തകരാണ്. ഞങ്ങളിലൂടെയാണ് ആസ്റ്ററിന്റെ CSR ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആസ്റ്റർ മീൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ തന്നെ ആസ്റ്റർ DM ഫൗണ്ടേഷൻ എന്നീ ട്രസ്റ്റുകളിലൂടെ ആസ്റ്റർ വളണ്ടിയേഴ്സ് മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ മറ്റ് ഹോസ്പിറ്റലുകളുമായിട്ട് സഹകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം ചാരിറ്റി, ഇത്തരം സമൂഹ നന്മക്ക് ഉതകുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ഹിയറിംഗ് എയ്ഡ് ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ തന്നെ പാവപ്പെട്ട രോഗികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ശാസ്ത്രക്രിയമൊക്കെ സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലും ലഭ്യമാക്കുക എന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇത് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് 250 കുട്ടികൾക്ക് അവർക്കൊരു അത് അസസ് ചെയ്യാനുള്ള മെഷീൻ അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ലൈവ്ലിഹുഡ്, ജീവനോപാധിക്ക് വേണ്ടിയിട്ട് മാരക രോഗങ്ങളും ഒക്കെ വന്ന് വായിച്ച് ജോലി ചെയ്യാൻ പറ്റാത്ത വിധവകളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ജീവനോപാധിക്ക് വഴിയൊരുക്കി കൊടുക്കുക. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായിട്ടും സൗജന്യ നിരക്കിലും ചികിത്സ ലഭ്യമാക്കുക. ഇതെല്ലാമാണ് ആസ്റ്റർ വളണ്ടിയേഴ്സ് ചെയ്യുന്നത്. അത് വേറിട്ടൊരു വിഭാഗമല്ല, ആസ്റ്ററിലെ ജീവനക്കാർ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നിൽ നിന്ന് നടത്തുന്നത്. ആസ്റ്റർ വളണ്ടിയേഴ്സ് ആണ്. നമ്മള് 3 ENT സർജൻസും 2 ഓങ്കോ ENT സർജൻസ് അടങ്ങുന്നതാണ്. നമ്മുടെ 5 പേരാണ് നമ്മുടെ ENT ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അപ്പോൾ അവര് ഒരു ക്യാമ്പ്, ഒരു 20 days ഉള്ള ഒരു ക്യാമ്പ് നടത്തി അതിനകത്തുള്ള അർഹരായവരെ അഡിക്വേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എല്ലാം ചെയ്ത് കണ്ടുപിടിച്ച് ഈ സർജറി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് അത് പറഞ്ഞ പോലെ ഹിയറിംഗ് എയ്ഡ്. അപ്പൊ ഈ സർജറി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ ഒരു ഈ ഇംപ്ലാന്റിന്റെ പൈസ മാത്രമാണ് അതിനകത്ത് വരുന്നത്. ഒരു 8 to 10 lakhs ഡോക്ടർ പറഞ്ഞു അത് ഇംപ്ലാന്റിന്റെ പൈസയാണ്. പക്ഷെ നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ഫുൾ ബോധം കെടുത്തി ഫുൾ ജനറൽ അനസ്തീഷ്യയില ചെയ്യുക. അത്രയും ഒരു ഇതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ ഇല്ലാതെ വരാതെ നോക്കണം. പക്ഷെ അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ വയ്ക്കുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. കാരണം പലപ്പോഴും കുട്ടികൾ അറ്റൻറ്റീവ് അല്ല, അവർക്ക് ബുദ്ധിയില്ല, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴും അത് കുട്ടിയുടെ അനാസ്ഥയിലെ കുട്ടിയുടെ അതായിരിക്കില്ല, അത് ചെവി കേൾക്കാത്തതുകൊണ്ടായിരിക്കും. പലപ്പോഴും അവർക്കൊരു ബുദ്ധി ഇല്ലായ്മ എന്നുള്ള രീതിയിൽ തന്നെ അവരെ മുദ്രകുത്താറുണ്ട്. അപ്പം പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് ആ കേൾവിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടിയുടെ ഭാവി ജീവിതം കുറച്ചും കൂടി ശോഭനമാറ്റി. ആ ഒരു ഏജിൽ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയത്. ഈ ക്യാമ്പിൽ അതിനുള്ള ഇത്രയും ഭാരിച്ച ചെലവുള്ള ആ സർജറി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഫ്രീ ആയിട്ട് എന്നുള്ളതാണ് നമ്മുടെ അതിൽ വലിയ സന്തോഷം തന്നെയാണ്. ഇത് ആക്ച്വലി നമ്മൾ ആദ്യമായിട്ടാണ് വെച്ചാല് ആസ്റ്റർ മിംസ് കണ്ണൂരിൽ തന്നെ ആദ്യമായിട്ടാണ്. ഓക്കെ, ഈ സർജറി ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അതിനൊന്നിച്ച് എനിക്ക് ഒന്നും കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ശ്രുതി സ്പർശം വെച്ചാൽ ഇതിപ്പോ മൊത്തം ആസ്ട്ര തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഇനി പിന്നെ ഏതെങ്കിലും കമ്പനീസ്, ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും കമ്പനീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അസോസിയേഷനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഇതിൽ പാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ ഇസ് ഫൈൻ. എന്നുവെച്ചാൽ കമ്പനീസിന് എല്ലാവർക്കും അവരെ CSR ഫണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഏതെങ്കിലും കമ്പനീസിന് നമ്മളൊന്നിച്ച് അസോസിയേറ്റ് ചെയ്തിട്ട് ഇത് ചെയ്തു കൊടുത്താനും ഞങ്ങൾ റെഡിയാണ്. എന്നുവെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു 20 മാത്രമേ ഞങ്ങൾക്കൊരു ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇഫ് സമ്മൺ എൽസ് ഈസ് കമ്മിങ് ആൻഡ് ഹെൽപ്പിംഗ് അസ്, നമുക്കത് പിന്നെ കൂടുതൽ പേരിലേക്ക് നമുക്ക് എത്തിക്കാം. അപ്പോൾ അതും കൂടി ഒരു ലക്ഷ്യമുണ്ട്. സോ ഇഫ് എനി വൺ ഈസ് ഇൻട്രസ്റ്റഡ്, ഇൻഡിവിജ്വൽ ആയാലും ശരി, കമ്പനീസ് ആയാലും ശരി, എനി അസോസിയേഷൻ, എനിവൺ അസോസിയേറ്റഡ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് വി ക്യാൻ അസോസിയേറ്റ്. നമുക്ക് കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ പേർക്ക് നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സ്വാഭാവിക ശബ്ദം തന്നെയാണോ ചെറിയൊരു മെക്കാനിക്കൽ ടോൺ ഉണ്ടാവും. നോർമൽ നമ്മൾ ഈ കേൾക്കുന്ന ആ ഒരു എഫക്ട് കിട്ടൂല എന്തായാലും. പക്ഷെ എല്ലാ സ്പീച്ച് കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ ഈവൻ ഈ സർജറി ചെയ്ത കുട്ടികൾ MBBS BTech അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സൊക്കെ ചെയ്ത്
പോകുന്ന കുട്ടികൾ ഇപ്പൊ തന്നെ ഉണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കേരളത്തിൽ നിന്ന് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത ഒരു കുട്ടി ഇപ്പോ ENT MS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീച്ച് തെറാപ്പി എന്തായാലും ഓഡിറ്ററി വെർബൽ തെറാപ്പി അത് എവറി മന്ത് സെഷൻ ഉണ്ടാവും. അത് കുട്ടി ഫുൾ സ്പീച്ച് ഡെവലപ്പ് ആവുന്ന വരെ ഒരു 1 to 2 years അത് കൊടുത്തോണ്ടിരിക്കണം. ഓഡിറ്ററി വെർബൽ തെറാപ്പി എന്ന് പറയാം. അതായത് നമ്മൾ ഈ കേൾക്കുന്ന സൗണ്ടും കുട്ടി ആ ഒരു സൗണ്ട് ബ്രെയിൻ അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ കുട്ടീനെ അത് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഇന്നതാണ് ടോൺ, ഈ സൗണ്ട് എങ്ങനെയാണ്, ഈ സ്പീച്ച്. അതിനൊരു സ്പെഷ്യൽ നമ്മുടെ ഓഡിറ്ററി വെർബൽ തെറാപ്പിസ്റ്റ് ഉണ്ട്. ആ തെറാപ്പിസ്റ്റിന്റെ കൂടെ സെഷൻസ് ഇരുന്നിട്ട് ആ സ്പീച്ച് നോർമലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കോക്ലിയർ ഇംപ്ലാന്റിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഓഡിറ്ററി വെർബൽ തെറാപ്പി. അലോക് സാർ പറഞ്ഞൊരു കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ടതുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത്തരം ഹിയറിംഗ് എയ്ഡ് നൽകാൻ താല്പര്യമുള്ള ആളുകൾ, വ്യക്തികൾ ഉണ്ടാവാം, സന്നദ്ധ സംഘടനകൾ ഉണ്ടാവാം, ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. അപ്പൊ ആ വ്യക്തികൾ വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നുള്ള അപ്പുറത്തോട്ട് ഇത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഉപകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി, അത് പാവപ്പെട്ട ആളുകൾക്കാണ് എന്ന് ഉറപ്പുവരുത്തി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം വ്യക്തികളോ സംഘടനകളോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളിപ്പോൾ 20 പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് 40 പേർക്ക്, 50 പേർക്ക്, 100 പേർക്ക് കൊടുക്കാൻ പറ്റും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീമും കൂടെ ഉണ്ടെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും അത്തരം സന്നദ്ധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ 280 ഡയബറ്റിക് വണ്ണിന്റെ മെഷീൻസ് കൊടുത്തപ്പോൾ അതിൽ ഏകദേശം 100ഓളം എണ്ണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വരികയുണ്ടായി. അപ്പൊ നമുക്ക് ആ ഗുണഭോക്താവിന് സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് കൂടുതൽ ആളുകൾക്ക് ഈ സൗജന്യം ഉപയോഗപ്പെടുത്താൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് അപേക്ഷ.